ശ്രീ ആർ വി ബാബു എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നില്ല? സാങ്കേതികമായി ഒരു ഉദ്യോഗസ്ഥൻ, അന്നത്തെ കാലത്തെ ഒരു ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണം, അതിൻ്റെ ഭാഗമായുള്ള അറസ്റ്റ് എന്ന് വാദിക്കാം പക്ഷേ വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അതിനു മുമ്പ് CPM നിയന്ത്രിത പഞ്ചായത്തിൽ പ്രസിഡന്റായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധി കൂടിയായിരുന്നു വാസു. ഈ അറസ്റ്റിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടത് വളരെ നേരത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ല സ്വാഗതാർഹമായ ഒരു നല്ല നടപടി തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഇവിടെ വാസുവിന്റെ ചരിത്രം നമുക്കറിയാം. വാസു നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2 വട്ടം അദ്ദേഹം ദേവസ്വം കമ്മീഷണറായി, പിന്നീട് അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായി. എന്ന് വെച്ചാൽ CPM നേതൃത്വത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കാണ് വാസു പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാസുവിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ CPM-നെ ഏറ്റ തിരിച്ചടിയാണ്. CPM-ന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ്. CPM ആണ് അതിന് ഉത്തരം പറയേണ്ടത്. വാസുവിനെ നിയമിച്ചത് CPM ആണ്. വാസു CPM നേതാക്കന്മാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഗുരുദാസ് എന്ന് പറയുന്ന CPM-ന്റെ MP-യുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇറക്കാലം. അപ്പൊ ഇങ്ങനെ വാസു CPM നേതൃത്വവുമായിട്ടും CPM സംഘടനയുമായിട്ടും ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, ഏറ്റവും അടുത്ത ബന്ധമുള്ള പാർട്ടി സഖാവ് തന്നെയായിട്ടുള്ള വാസുവിന്റെ അറസ്റ്റ്, അതിനെ സംബന്ധിച്ച് CPM ആണ് മറുപടി പറയേണ്ടത്. ഇതിപ്പോ വാസുവിലേക്ക് മാത്രമല്ല, വാസുവിന്റെ അറസ്റ്റ് ഇനിയും ഈ SIT-യുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടും. അതേപോലെ പ്രശാന്തിലേക്ക് അന്വേഷണം എത്തും. ഇതെല്ലാം CPM മറുപടി പറയേണ്ട കേസാണ്. CPM ഉത്തരവാദിത്വം ഉണ്ട്. ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിനെ നിയമിച്ചത് CPM ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ഇതിന് മറുപടി പറയാം. പിണറായി വിജയൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിലേക്ക് ഇതിനെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കുറ്റക്കാരനായിരിക്കുന്നു, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മൊത്തം കുറ്റക്കാരായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഈ സ്വർണ്ണക്കൊള്ളയുടെ ഈ കളവിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കണം. ജനങ്ങളോട് മാപ്പ് പറയണം. ഈ ദേവസ്വം ബോർഡ് സംവിധാനത്തെ മുഴുവൻ പിരിച്ചുവിട്ട് വിശ്വാസികളെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ള നിലപാട്. യെസ്, അതാണ് നിലപാട്. എന്തായാലും ഈ വിഷയത്തിൽ ഗുരുതരമായ പ്രതിസന്ധി ഇടതുപക്ഷത്തെ സർക്കാരിനെ കാത്തു നിൽക്കുന്നു എന്നതാണ് സാഹചര്യം. വാസു ദേവസ്വം കമ്മീഷണർ കാലത്ത് നടത്തിയ ചില ഇടപെടലുകളാണ് ഈ അറസ്റ്റിന് വഴിവെച്ചിരിക്കുന്നത്. പക്ഷേ വാസു പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. അങ്ങനെ കൂടുതൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും ഭരണ നേതൃത്വത്തിലേക്കും അന്വേഷണം, അറസ്റ്റുകൾ വഴിമാറുന്നു എന്നതാണ് സാഹചര്യം.